ഐ നോബഡി എന്ന സിനിമയുടെ കഴിഞ്ഞ 3 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ പരിശോധിക്കാം നമുക്ക്. അതിനു മുമ്പ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സ്റ്റോക്ക് സീരീസ് ഡിവിഷനിൽ ഐ നോബഡി നമ്മുടെ പൃഥ്വിരാജ്, പാർവതി എന്നിവർ അഭിനയിച്ച് തിയേറ്റർ റിലീസിൽ വന്ന മലയാള സിനിമയാണ് ഐ നോബഡി എന്ന് പറഞ്ഞ സിനിമ. ജെയ്ക്സ് വിജയ് ആണ് സിനിമയിലെ മ്യൂസിക് കമ്പോസിങ്. ഡയറക്ഷൻ നമ്മുടെ നിസാം ബഷീർ ആണ്. സിനിമയുടെ അഭിപ്രായങ്ങൾ പരിശോധിക്കുകയാണെങ്കിൽ സിനിമയ്ക്ക് ആദ്യ ദിവസം തന്നെ നല്ല മിക്സ്ഡ് അഭിപ്രായങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. സിനിമ വളരെ സെലക്റ്റഡ് ആയ ഓഡിയൻസിന് മാത്രമാണ് കണക്ട് ആവുന്ന സിനിമയുടെ കഥ കംപ്ലീറ്റ് ആയിട്ട്. ന്യൂട്രൽ ആയിട്ട് ഓൾമോസ്റ്റ് സിനിമയിൽ ഫസ്റ്റ് ഹാഫ് വരെ എല്ലാവർക്കും എൻഗേജിങ് ആയിട്ട് തോന്നി. സെക്കൻഡ് ഹാഫൊക്കെ നല്ല പോലെ താളം തെറ്റിയ പോലെയാണ് തോന്നിയത്. ലൈക്ക് സിനിമയുടെ സെക്കൻഡ് ഹാഫ് വളരെ മിഡായി പോയി. പലർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല സിനിമയുടെ സെക്കൻഡ് ഹാഫ്. ഫസ്റ്റ് ഹാഫ് ആണ് പിന്നെയും പലർക്കും വർക്കായത്. എന്തായാലും സിനിമ മൊത്തത്തിൽ മിക്സ്ഡ് ആയതുകൊണ്ട് തന്നെ ഒരു ആവറേജ് റെസ്പോൺസ് ആണ്. പിന്നെ സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് ആണെങ്കിൽ പോലും വളരെ മോശമാണ്. 1 കോടിന് മുകളിലെങ്ങാണ്ടാണ് സിനിമയുടെ അഡ്വാൻസ് പ്രീ സെയിൽ റിലീസിന് മുമ്പായിട്ട്. ഇന്ത്യൻ്റെ വെളിയിലാണെങ്കിലും പ്രീ സെയിൽ ലക്ഷങ്ങളിലായിരുന്നു. കേരളത്തിലാണ് പിന്നെയും സിനിമയ്ക്ക് അത്യാവശ്യം നല്ലൊരു കളക്ഷൻ മാർജിൻ കാണാൻ സാധിച്ചത് കേരളത്തിന് പുറത്തായിട്ടും. എന്തെങ്കിലും പടം മൊത്തത്തിൽ 2 കോടിൻ്റെ അടുത്തേക്ക് ആയിട്ട് വരും സിനിമേൻ്റെ ഓപ്പണിംഗ് അഡ്വാൻസ്. ഇനി പടത്തിൻ്റെ കഴിഞ്ഞ 3 ദിവസത്തെ ഓപ്പണിംഗ് പരിശോധിക്കാൻ നമുക്ക് ബോക്സ് ഓഫീസ്. കേരളത്തിലെ സിനിമയ്ക്ക് 3 ദിവസം കൊണ്ട് 4,63,00,000 സിനിമേൻ്റെ കളക്ഷൻ കാണാൻ സാധിക്കുന്നത്. പിന്നെ കർണാടക പരിശോധിക്കുകയാണെങ്കിൽ 56 ലക്ഷമാണ്. തമിഴ്നാട് 28 ലക്ഷമാണ്. തെലുങ്കിൽ സിനിമയ്ക്ക് 28 ലക്ഷം. പിന്നെ റെസ്റ്റ് ഓഫ് ഇന്ത്യൻ്റെ മറ്റ് ഭാഗത്തേക്കായിട്ട് 12 ലക്ഷം. അങ്ങനെ ടോട്ടൽ പടം ഡൊമസ്റ്റിക് ആയിട്ട് ഇന്ത്യയിൽ നിന്ന് മാത്രം നേടിയെടുത്തത് 5,87,00,000 നമ്മുടെ ഐ നോബഡി സിനിമയുടെ ഇന്ത്യൻ ബോക്സ് ഓഫീസ്. ഇനി പടത്തിൻ്റെ വിദേശ കളക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ ഓവർസീസ് അല്ലെങ്കിൽ ഇന്ത്യൻ്റെ വെളിയിലെ സിനിമയ്ക്ക് 4,85,00,000 സിനിമേൻ്റെ ഇന്ത്യൻ്റെ വെളിയിലെ ബോക്സ് ഓഫീസ് കാണാൻ സാധിക്കുന്നത്. ഇനി സിനിമയുടെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് തന്നെയാണ്. 10,72,00,000 പടത്തിൻ്റെ ടോട്ടൽ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളയാൻ സാധിക്കുന്നത് സിനിമയ്ക്ക് 3 ദിവസം കൊണ്ട്. സിനിമേൻ്റെ 3 ദിവസത്തെ പെർഫോമൻസ് നല്ല ഡീസൻ്റ് തന്നെയാണ്. വെറും 3 ദിവസം കൊണ്ട് സിനിമയ്ക്ക് 10 കോടിയിൽ മുകളിൽ വേൾഡ് വൈഡ് കളക്ഷൻ കാണാൻ സാധിക്കുന്നുണ്ട്. സിനിമേനെ മലയാളം, തമിഴ്, തെലുങ്ക് പകർപ്പിലാണ് പടം തിയേറ്റർ റിലീസിന് വന്നത്. മലയാളത്തിലെ സിനിമയ്ക്ക് മാത്രം 5,63,00,000 കാണാൻ സാധിച്ചത്. തെലുങ്കിൽ സിനിമയ്ക്ക് 19,50,00,000, തമിഴ്നാട് 4 ലക്ഷം. കൂടുതൽ കളക്ഷൻ തെലുങ്ക്, മലയാളത്തിൽ തന്നെയാണ്. തമിഴ് വളരെ കുറവ് തന്നെയാണ്. ഇനി 4ാമത്തെ ദിവസമാണ് ഞായർ. നല്ലൊരു കളക്ഷൻ എക്സ്പെക്റ്റ് ചെയ്യുന്ന ദിവസമാണ്. ഞായറാഴ്ചയായിട്ട് സിനിമയ്ക്ക് ഓൾമോസ്റ്റ് കേരളത്തിൽ 94 ലക്ഷത്തിന് മുകളിൽ ബോക്സ് ഓഫീസ് ഉണ്ട്. 1 കോടിന് മുകളിൽ സിനിമയ്ക്ക് ഞായറാഴ്ച കേരളത്തിൽ ഗ്രോസ് കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ സിനിമ ഒഫീഷ്യലായിട്ട് കേരളത്തിൽ 5 കോടിന് മുകളിൽ കളക്ഷൻ കാണുന്നുണ്ട്. ഞായറാഴ്ചയും സിനിമയ്ക്ക് നല്ലൊരു ബോക്സ് ഓഫീസ് കാണുന്നുണ്ട് ഐ നോബഡി സിനിമയ്ക്ക്. ഇനി സിനിമയുടെ കേരളത്തിലെ ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് 2 കോടിന് മുകളിൽ എത്തിയിട്ടുണ്ട്. വേൾഡ് വൈഡ് ഷെയർ പരിശോധിക്കുകയാണെങ്കിൽ അപ്രോക്സ് 5 കോടിന് മുകളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും നമ്മുടെ നിസാം ബഷീർ ഐ നോബഡി സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിനായിട്ട് കാത്തിരിക്കുന്നത് ചെയ്യുക. സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായം ബോക്സ് ചെയ്യപ്പെടുത്തുക. കാത്തിരിക്കുന്നത് ചെയ്യാൻ നമുക്ക് ഐ നോബഡി എന്ന സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടിനായിട്ട്. സിനിമ കണ്ടവരെന്തായാലും മറക്കാതെ പടത്തിന്റെ അഭിപ്രായങ്ങൾ കൺബോക്സ് ചെയ്യപ്പെടുത്തുക.